സുഹൃത്തുക്കളെ, കായംകുളം MLA യു പ്രതിഭയുടെ മകൻ്റെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ തന്നെ പറയണമെന്ന് കരുതിയിരുന്നു. എനിക്ക് സുഖമില്ലായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്, ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഇന്നലെ ഡോളൊക്കെ കഴിച്ചു, ബാക്കിയുള്ള മരുന്നിൻ്റെ കൂട്ടത്തിൽ. ഇന്ന് പിന്നെ ഡോളോ കഴിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം വേറെ ഒരുപാട് മെഡിസിൻസ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. സൗണ്ടിനൊക്കെ അതിന് മാറ്റം ഉണ്ടാവും. ഈ സംഭവത്തെ സത്യത്തിൽ പ്രതിഭ എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. പ്രതിഭ വളരെ സെൻസിറ്റീവാണ്, അങ്ങേയറ്റം സെൻറ്റിമെൻ്റലാണ്. പക്ഷേ പ്രതിഭ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ വെറും ഒരു അമ്മയായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയ്ക്ക് പകരം വെറും ഒരു അമ്മയായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. മോനോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയാണ് മക്കളോട്. അപ്പോൾ ഞാനാ വലിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല മമ്മി ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. വേണമെങ്കിൽ സത്യം ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ സത്യം ചെയ്യും. അത് പ്രതിഭയും അങ്ങനെ മോനെ വിശ്വസിച്ചിട്ടുണ്ടാവും. അമ്മമാരുടെ മനസ്സങ്ങനെയാണ്. അച്ഛന്മാരാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ വിശ്വസിക്കില്ല. അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ ഈ വഴികളൊക്കെ കൃത്യമായിട്ട് അറിയും. ആൺകുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയും. കാരണം അവരതേ വഴിയിലൂടെ സഞ്ചരിച്ചതാണ്. അപ്പം ഈ പ്രതിഭ എൻ്റെ മകൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കി 8 കുട്ടികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, മൗനം പാലിക്കുന്നില്ല. അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പറയുന്നില്ല. എവിടെയും തൊടാതെയുള്ള ന്യായീകരണമാണ്. അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടല്ല ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി നാർക്കോട്ടിക് കേസിൽ അകത്ത് പോയപ്പോൾ 1 വർഷത്തോളം ജയിലിൽ കിടന്നു. കോടിയേരി കാണാൻ പോലും പോയില്ല, ന്യായീകരിക്കാൻ നിന്നില്ല, ഒന്നുമില്ല, കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. കോടിയേരിക്ക് ഉള്ളിൽ വേദന ഇല്ലാഞ്ഞിട്ടല്ല. അതേസമയം വിനോദിന് കുറച്ചുകൂടി വൈകാരികമായിട്ടാവും, വിനോദിനി ചേച്ചി. അതേസമയം കോടിയേരി കുറച്ചുകൂടി രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പക്വത കാണിച്ച് ആരായാലും തെറ്റ് ചെയ്താൽ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലെത്തി. പക്ഷേ ആ സംഭവത്തിന് ശേഷമുള്ള ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ മാറ്റം പഴയ ബിനീഷ് കോടിയേരി അല്ല, കോടിയേരിയുടെ മരണത്തിന് ശേഷമുള്ള ബിനീഷ് കോടിയേരി. അദ്ദേഹത്തിന് വലിയ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്, വലിയ പക്വത വന്നിട്ടുണ്ട്, ഇരുത്തം വന്നിട്ടുണ്ട്, അച്ചടക്കം വന്നിട്ടുണ്ട്, വിനയം വന്നിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മരണം അദ്ദേഹത്തെ വല്ലാതെ, ബിനീഷിനെ വല്ലാതെ ഹോൾഡ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ചില കാര്യങ്ങൾ തിരുത്തി ചിന്തിച്ചിട്ടുണ്ടാവും, ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ളതൊക്കെ. ജീവിച്ചിരുന്ന അച്ഛനോട് നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിലും മരിച്ചുപോയ അച്ഛനോട് നീതി പുലർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഞാൻ ബിനീഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരിടുകയാണ്. അതിന് ശേഷം ഒരു വിവാദങ്ങളിലും ബിനീഷ് പോയി പെട്ടിട്ടില്ല. ഇപ്പോൾ കഞ്ചാവ് വിൽപ്പന എന്ന് പറഞ്ഞിട്ടില്ല ഇവർ. ഇപ്പോൾ കഞ്ചാവ് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നൊക്കെയാണ് പ്രതിഭ അങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ്, ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് സ്മോക്ക് ചെയ്യുമ്പോൾ അത് ഏത് സെക്ഷനിലാണ് വരുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു പുക എടുത്തിട്ടുണ്ടാവും, ഒരു പുക എടുത്തു എന്നുള്ളതല്ല, കഞ്ചാവ് വലിച്ചോ എന്നുള്ളതാണ് ചോദ്യം. 9 കുട്ടികൾ ഒരുമിച്ചിരുന്ന് വലിക്കുക, എല്ലാം കൗമാരക്കാരാണ്. അവർ ചെയ്യുന്നതിനൊന്നും ഇപ്പം മാതാപിതാക്കൾ ഉത്തരവാദികളാണ് എന്നും ഞാൻ പറയുന്നില്ല. കുട്ടികളെ നന്നായി വളർത്താഞ്ഞിട്ടാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ മകൻ, അവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അവൻ എനിക്ക് രഹസ്യമായിട്ടൊരു വിവരം കിട്ടി. അവനിടയ്ക്ക് അവർ ജോയിൻ്റ് എന്നാണ് പറയുക, കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. അവർ ചില ഡിസ്കഷൻസിനൊക്കെ ഇരിക്കുമ്പോൾ, ക്രിയേറ്റീവായിട്ടുള്ളിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള വിവരം എനിക്ക് രഹസ്യമായിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇവനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൈക്കോളജിക്കലി ഒരു കൗൺസിലിങ്ങിൻ്റെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അവസാനം. എന്നിട്ട് ഇവനോട് പറഞ്ഞു, അവൻ്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അവനെ ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി, അവരെ പഠിപ്പിക്കാൻ വേണ്ടി, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ്. അച്ഛൻ പ്രവാസിയാണ്, അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ് എത്രയോ കാലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് അവൻ പ്രോമിസ് ചെയ്തെനിക്ക്. അവൻ പിന്നീട് ആ സാധനം തൊട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ബീറൊക്കെ അടിക്കും. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വേറെ കുട്ടികൾ വലിച്ചു എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ പ്രതിഭയുടെ മോനെ കൊണ്ട് തന്നെ പ്രതിഭ പറയിപ്പിക്കട്ടെ, വേറെ ഏതൊക്കെ കുട്ടികളാണ് കഞ്ചാവ് വലിച്ചത്, എവിടെയും തൊടാതെ പറയരുത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത്തരം വിശദീകരണത്തിന് പ്രതിഭ പോകേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ജീവിതത്തിൽ ആരും മദ്യപാനം ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായി മദ്യപിച്ച സദസ്സിലുണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മദ്യപാനി ആവുമായിരുന്നില്ല. ആ ഓർമ്മയിലാണ് ഞാൻ പലപ്പോഴും ചില ആൾക്കാർ ചിലരെ നിർബന്ധിക്കടാ ഒരെണ്ണം എടുത്തോ, ഒരു സിപ്പ് അടിച്ചോ, കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഞാൻ നീ ഇതുവരെ കഴിച്ചിട്ടോ, ഇല്ല എന്നാൽ തൊടാൻ പറ്റില്ല. എൻ്റെ കൂടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റില്ല. സിഗരറ്റ് ആയത്തെ പഫ് എൻ്റെ അടുത്തൊന്നും ഒരാൾക്ക് കിട്ടിയിട്ടില്ല. വലിക്കുന്ന ആൾക്കാർക്ക് ഞാൻ സിഗരറ്റ് കൊടുക്കാറുണ്ട്, വലിക്കുന്ന ആൾക്കാരെ എൻ്റെ കൂടെ ഒന്ന് വലിക്കാൻ സമ്മതിക്കാറുണ്ട്. അതൊരു പോളിസിയായിട്ട് ജീവിതത്തിൽ സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സാമൂഹിക ദൗത്യം. നമ്മളോ ഇങ്ങനെയായി, വേറുള്ളൊരു ഈ വഴിയിൽ പോയി പെടാതിരിക്കട്ടെ, ഒരാളും ഇതിലൊന്നും അഡിക്റ്റ് ആവാതിരിക്കട്ടെ എന്നുള്ളതാണ്. സിഗരറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വലിക്കുന്നതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലാകുമ്പോഴും ഞാൻ വലിക്കുന്നുണ്ട്. എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിട്ട് വലിക്കുന്നുണ്ട്. അതില്ലാതെ എനിക്ക് പറ്റുന്നില്ല, ഈവൻ ടോയ്ലറ്റ് പോകണമെങ്കിലൊക്കെ. അപ്പം ഇതിനകത്തുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രതിഭയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യ. ഹരിയേട്ടൻ നല്ല സഹൃദയനായിരുന്നു, നാടക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളതാണ്,
സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു, CPM സജീവമായിരുന്നു. അദ്ദേഹം പിന്നെ നല്ല വായനയും അറിവും, നന്നായി പാട്ടുപാടുന്ന, കവിത ചൊല്ലുന്ന ആളായിരുന്നു. അദ്ദേഹം പിന്നെ KSEB ജോലി കിട്ടി. പ്രതിഭയുമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അവർ തമ്മിൽ 7 വയസ്സിൻ്റെ മറ്റോ വ്യത്യാസമാണ്. പ്രതിഭയെ പിന്നീട് പഠിപ്പിക്കുന്ന അദ്ദേഹമാണ്. പ്രതിഭയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ഹരിയുടെ ഭാര്യ എന്ന രീതിയിലാണ് വരുന്നത്, പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ഹരിയുടെ ഭാര്യ എന്ന രീതിയിലുള്ള പരിഗണനയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രതിഭ തെളിയിച്ചു. അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. 2016 കായംകുളത്ത് നിന്ന് മത്സരിച്ച് MLA ആവുന്നു. 2021 പിന്നെ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഹരിതാ ബാബുവിൻ്റെ വീട്ടിൽ പോയിട്ട് പശുവിനെ കറക്കുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സഹതാപമൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പോലും പിന്നെ ഇവർ അവിടെ നല്ല ഭൂരിപക്ഷത്തിന് വീണ്ടും വിജയം ആവർത്തിക്കുന്നു. CPM-നകത്ത് തന്നെ ഒരു വിഭാഗം അവർക്കെതിരെ വലിയ ദുരാരോപണങ്ങൾ ഉയർത്തുകയും മാത്രമല്ല ഭർത്താവിൻ്റെ മരണശേഷം അവർ മറ്റ് പല ടോർച്ചറിങ്ങിനും വിധേയരായിട്ടുണ്ട്. പല രീതിയിലും പല ആളുകളും പല രീതിയിലും അവരെ അപ്രോച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് അവർ പറയൂല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. അവരുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ്. അവരതിനൊന്നും മടങ്ങി കൊടുത്തിട്ടില്ല. അവരെക്കുറിച്ച് പല കാരണം കാണാൻ സുന്ദരിയാണ്, അപവാദ കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ ഭയങ്കര സിൻസിയറാണ്, സത്യസന്ധയാണ്. പെട്ടെന്ന് കരച്ചിൽ വരികയും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവക്കാരിയാണ്. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലാവുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയാൽ അത് അവരെ ബാധിക്കില്ല, അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയാൽ അത് അവരെ ബാധിക്കില്ല. ഇപ്പോൾ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് എന്നെ മമ്മി 6 മാസം ഒരു 8 മാസം ഒറ്റ പ്രഗ്നൻ്റ് ആയിരിക്കും. ആ ചേട്ടൻ മരിച്ചുപോയി 1.5 വയസ്സിൽ. ഞാനും എൻ്റെ അനിയത്തിമാരും ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മമ്മി പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ട്, ഒരു പഴയ ഫോട്ടോ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഇപ്പം ഞങ്ങളിലൊരാൾ പോയാൽ ഉണ്ടാവുന്നൊരു വിഷമം ഞങ്ങൾക്ക് അതിനകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മമ്മി മരണം വരെ ആ ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോൾ അന്ന് ഈ പാത്രമൊക്കെയാണല്ലോ ഗിഫ്റ്റ് കിട്ടിയ പാത്രത്തിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് വീട്ടിലാവുമ്പോൾ. അപ്പോൾ അത് വല്ലാത്തൊരു ഹോണ്ട് ചെയ്യുന്ന ഓർമ്മയാണ്. അപ്പം ഇത് ഈ കനിവിന്, പ്രതിഭയുടെ മകൻ കനിവിന് 10-15 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ ആത്മഹത്യ. അവൻ്റെ 3 വയസ്സിലോ 4 വയസ്സിലാണെങ്കിൽ അവൻ മറന്നുപോകും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ പോലീസിലാണ്, സതീഷ് എന്ന് പറയും. അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത് അവൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് അവന് അച്ഛനെക്കുറിച്ചുള്ളൊരു ചിന്തയില്ല. കാരണം എന്ന് വെച്ചാൽ അച്ഛനെക്കുറിച്ച് അവന് ഓർമ്മകളില്ല. ഇപ്പോൾ എൻ്റെ പെങ്ങളെ കുട്ടി, എൻ്റെ അനിയത്തിയുടെ മോള്, അവൾക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത് എൻ്റെ മമ്മിയായിട്ടാണ്. പക്ഷേ അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ മമ്മി മരിച്ചു. അവൾ ഏറ്റവും വീട്ടിൽ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളെ അമ്മ വേണ്ട, ഞങ്ങൾ വേണ്ട, ആരും വേണ്ട, അമ്മച്ചിയുടെ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ മുത്താന്ന് പറഞ്ഞാൽ മമ്മിയുടെ കൂടെ നടക്കുമായിരുന്നു, മമ്മിയുടെ സാരിത്തുമ്പ് ചുറ്റിയിട്ട്. പക്ഷേ അവൾക്ക് മമ്മിയെ ഇപ്പോൾ ഓർമ്മയില്ല. 4 വയസ്സിലാണ്. അപ്പോൾ അവൾക്ക് 15 വയസ്സായി. ചെറിയൊരു മങ്ങിയ ഓർമ്മ ഈ ഫോട്ടോ കാണുമ്പോൾ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ വൈകാരികത വരുന്നില്ല. അതേസമയം 10-15 വയസ്സിൽ അച്ഛൻ്റെ ആത്മഹത്യ ചെയ്ത ബോഡി കാണേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരോടൊന്നില്ലാത്ത ഒരു പകയും ഒരു തരം റൈവറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഒന്നുകിൽ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു മേൽക്കൂരയ്ക്ക് കീഴേ 2 മനസ്സും ആയി ജീവിക്കുന്നതിനകത്ത് അസ്വസ്ഥതയുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. നിങ്ങൾ വേറെ പ്രണയത്തിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ 2 കൂട്ടരും വേറെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയിക്കോളൂ. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഈ മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരുമിച്ച് നിൽക്കൂ, ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകൂ, ഒരുമിച്ചൊരു കല്യാണത്തിനൊക്കെ പങ്കെടുക്കൂ, മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളാൽ ആ മക്കൾ ജനിച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുണ്ടാക്കിയ കുഞ്ഞുങ്ങളാണ്, അവരാഗ്രഹിച്ച് ജനിച്ചതല്ല. അപ്പോൾ ആ സമയത്ത് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം ഡീപ്പിലാണ് പ്രതിഭ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നുള്ളതും പ്രതിഭ വേദനിച്ചു എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ അവർക്കിടയിൽ തീക്ഷ്ണമായ പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം കൊണ്ടാണ് ഹരിയേട്ടൻ ചുങ്കത്രയിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഹരിയേട്ടനുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അവിടെ നല്ല ബന്ധമുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ലതേ പറയാനുള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ KSEB ക്വാർട്ടേഴ്സിലല്ല, ഷാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ താമസിച്ചിരുന്ന അവിടെ അല്ലാതെ ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ്. ആ ക്വാർട്ടേഴ്സിൽ അടുത്ത് താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം AC ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചു. അദ്ദേഹം ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് അവിടെയുള്ള ചെറുപ്പക്കാർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. അത്രയും സഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു. അത് അവർ സ്വീകരിച്ചില്ല എന്നൊക്കെ തോന്നുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. പ്രതിഭയ്ക്കെതിരെ ഒരു വരി പോലും എഴുതിയിട്ടുമില്ല. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതായത് മദ്യപാനം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മദ്യപാനം സദസ്സായിരുന്നു, അത് കഴിഞ്ഞിട്ട് പാട്ടുപാടി ഇരിക്കുകയൊക്കെയാണ്. വേറൊരാളെയും ദ്രോഹിക്കാനൊന്നും പോവില്ല. പക്ഷേ അത് പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായി ഒരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത്, കാരണം പാർട്ടിയുടെ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്, പാർട്ടി സഖാക്കളുണ്ട്, ഉയർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ ഹരിയേട്ടനും ബന്ധമുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോയി നല്ല അഡിക്ഷൻ സെൻറ്ററിൽ ജോലി പോയാലും വീട്ടിൽ അല്ലെങ്കിൽ 5-6 മാസം ലീവ് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നോ എന്ന് നോക്കുകയായിരുന്നു നല്ലത്. ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഡിവേഴ്സിലേക്ക് പോകാതെ, ഡിവേഴ്സിലേക്ക് പോയപ്പോഴാണ് ഡിവേഴ്സ് ആവുന്നതിന് മുമ്പ്, നിയമപരമായി പിരിയുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിക്കുക എന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിരുന്നു. അപ്പം ഈ
കനിവിൻ്റെ മനസ്സിൽ അതൊരു നൊമ്പരായിട്ടുണ്ടാവും. എന്തൊക്കെയായാലും അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ ആ കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പിന്നെ പ്രതിഭയെയും കുറ്റപ്പെടുത്തുന്നില്ല. പ്രതിഭ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഞാൻ ഹരിയേട്ടനെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്തായിരുന്നാലും ഇത് ഭാവിയിൽ പലരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം ചില സംഭവങ്ങളിൽ കാരണം മാനസികമായി വളരെ ദുർബലയാണ് പ്രതിഭ. ശക്തിയാണെന്ന് പറയുമ്പോഴും പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കാര്യമൊക്കെ ചെയ്യുന്ന വളരെ പാവപ്പെട്ട മനസ്സുള്ള ദുർബല ഹൃദയയാണ്, സത്യസന്ധയാണ്, ഹൃദയവിശുദ്ധിയുള്ളതാണ്. ഹരിയേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹരിയേട്ടൻ ഇല്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടി പോകാനൊന്നും ചിന്തിച്ചില്ല. പ്രതിഭയായിട്ടുള്ള ബന്ധം വേറെ പെട്ട് പോകുന്നൊരു സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നല്ല പെൻഷനും ഒക്കെ കിട്ടുന്നതാണ്. ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ഈ അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ കിട്ടേണ്ടുന്നൊരു പ്രായത്തിൽ ഇപ്പോൾ ഹരിയേട്ടന് കനിവിനൊരു 4 വയസ്സോ 3 വയസ്സോ ഉള്ളപ്പോഴാണ് ആത്മഹത്യ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനിവിന് അച്ഛൻ്റെ വാത്സല്യം കിട്ടിയതിൻ്റെ ഓർമ്മകൾ അധികം ഉണ്ടാവില്ല. ഇത് കനിവിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് അച്ഛൻ്റെ ഓർമ്മകൾ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അത് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പം ഞാനിതിനകത്ത് കനിവിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മളെ മക്കളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കനിവ് മാത്രമല്ല, അതിലുൾപ്പെട്ട ബാക്കിയുള്ള 8 കുട്ടികളും ഒക്കെ ചെറിയ കുട്ടികളാണ്. അവർക്ക് ഭാവിയുണ്ട്. നമുക്കറിയാം കൊച്ചിയിലൊക്കെ MDMA ബാക്കിയുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പെടുന്നത് പെൺകുട്ടികൾ വരെ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റൽ വരെ പെൺകുട്ടികൾ വരെ പലരും ഇവിടെ അഡ്മിറ്റഡാണ്. പല രീതിയിലുള്ള സാധനങ്ങൾ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ആൽക്കോളിക് ആയതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ സൈക്കിക് ഡിസോർഡറിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ പലരും ഇവിടെയുണ്ട്. അല്ലാതെ മൂഡ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെട്ട ഒരാൾ 30 വർഷമായിട്ട് അദ്ദേഹം സിഗരറ്റും വലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹത്തിന് ഉറക്കമില്ല, അദ്ദേഹത്തിന് ഡിപ്രഷനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടത് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. പാരൻറ്റിങ് ഒരു ആർട്ടാകുമ്പോൾ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരു തിരിച്ചറിവായി കഴിഞ്ഞിട്ട് അതിലൊരാളെ നഷ്ടപ്പെടുമ്പോൾ ഒരുമിച്ച് കിട്ടാതെ ആകുമ്പോൾ വലിയ പ്രയാസമാണ്. അപ്പോൾ പരമാവധി ഒന്നുകിൽ മക്കൾ വേണ്ടെന്നൊക്കെ വെക്കുക. മക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അഭിനയിച്ചെങ്കിലും ജീവിക്കുക, പരസ്പരം പറയുക. ഞാൻ വേറൊരാളായിട്ട് ഒരുമിച്ച് കിടക്കണമെന്നൊന്നുമില്ല, സെക്സും വേണ്ട, അതിന് രണ്ടുപേരും വേറെ ആൾക്കാരെ കണ്ടെത്തിക്കോ. പക്ഷേ കുഞ്ഞുങ്ങളെ മുമ്പിൽ മാതൃകാ രക്ഷിതാക്കളായിട്ട് അഭിനയിക്കുകയെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. കാരണം അവർക്ക് രണ്ടുപേരുടെയും ഒരു സാമീപ്യം ഒരുമിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്ന് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം അമ്മേൻ്റെ അടുത്തുനിന്ന് പോയിരിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡാവും. ആൺകുട്ടികൾ പിന്നെ അച്ഛനായാലും അമ്മയായാലും ഒന്നുമില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരാണ് അവർക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ കല്ലെറിയാൻ വരുന്നവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷേ പ്രതിഭ സമചിത്തത തെറ്റിയതുപോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രതിഭ ഈ വിഷയത്തെ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. വൈകാരികമായിട്ടല്ല ഈ വിഷയത്തെ, ഇമോഷണലായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ എൻ്റെ മകൻ വിശുദ്ധൻ എന്ന് പറയുന്നതിന് പകരം മോനെ എത്രയും പെട്ടെന്ന് നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. മോനെ മാത്രമല്ല, ബാക്കിയുള്ള ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള മക്കളുടെ രക്ഷിതാക്കളെയും കൂടി കൂട്ടിയിട്ട് ഇവരെല്ലാം നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയരാക്കുക. പറ്റുമെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സയ്ക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ, മെഡിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതാക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങുകൾ നടത്തുക. അവരെ ഇതിൻ്റെ ഭവിഷ്യത്തുകളും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും, പാരൻസ് അനുഭവിക്കുന്ന വേദനകളും അവരുടെ ഭാവിയെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നുള്ളതും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ. അപ്പോൾ അങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. ഒരു കുഞ്ഞിൻ്റെയും ജീവിതം വെറുതെ പോകരുത്. 10-20 വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. അവരെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് ഇപ്പോൾ ഇന്നൊക്കെ ഉള്ള ട്രോളുകൾ ഞാൻ കണ്ടു. പ്രതിഭ ഒരു ചെടി കുടിച്ചിടുമ്പോൾ കഞ്ചാവ് തൈയാണ് മോന് വേണ്ടി വളർത്തുകയാണെന്നൊക്കെ പറയട്ടെ. അതൊക്കെ ഒരു ക്രൂരമായ മനസ്സിൻ്റെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ കുട്ടികൾ പോയി എന്ന് വരുന്നേ. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മകൻ, എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ മക്കൾ ഒന്നും ആരും ഒരു സിഗരറ്റ് പോലും വലിക്കില്ല. ഒരു പനങ്കള്ള് പോലും ഒരു ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അവരാരും. പപ്പയുടെ കുടുംബത്തിൽ ചില കസിൻസ്, പപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൻ, അനിയൻ്റെ മകൻ, അങ്ങനെയുള്ള ഞങ്ങളുടെ മക്കളൊക്കെ അവർ ഒക്കേഷണലി 1-2 പെഗ് കഴിക്കും. അവരാരും സിഗരറ്റ് വലിക്കാറില്ല. പക്ഷെ ഞാൻ ഹെവി ആൽക്കഹോളിക്കായി, ചെയിൻ സ്മോക്കറായി, ഇതിനാരാ ഉത്തരവാദി? എൻ്റെ അളിയന്മാർ, എൻ്റെ 2 അനിയത്തിമാരെ കല്യാണം കഴിച്ചവർ 2 പേരും ഈ പരിപാടികളൊന്നുമില്ല. സിഗരറ്റില്ല, മദ്യമില്ല, ഒന്നുമില്ല. വൈൻ കഴിക്കും, അതും വീട്ടിലുണ്ടാക്കുന്ന വൈൻ, അത് കഴിക്കും. അത് ചെറിയ ഇതിൽ ചിലപ്പോൾ നെല്ലിക്ക കൊണ്ട് പലതരം ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കും. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ആയി അതിന് ആരാ ഉത്തരവാദി? അതിന് രക്ഷിതാക്കളാണ് ഉത്തരവാദികൾ. അപ്പോൾ അതുകൊണ്ട് ഈ കല്ലെറിയാൻ നിൽക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടാവും നമ്മളറിയാതെ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. നമ്മുടെ പരിസരത്തുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾ, അങ്ങനെ
ദുരൂഹമായ സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് തന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവമുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയുകയല്ല. ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് ഹാൻഡ്സ് വെച്ചത്. ഹാൻഡ്സ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ PDക്ക് പഠിക്കുന്ന സമയത്ത് മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് സീസോൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ജില്ലാതല കലോത്സവം. അത് നടക്കുമ്പോൾ അന്നത്തെ ഞാനന്ന് PDക്കാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഷാജു ഡിഗ്രി ഫൈനൽ ഇയറിനാണ്. പിന്നെ അടുത്ത് ഇപ്പോൾ 2 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്തു. ഷാജു അന്ന് മദ്യപിച്ചു. അത് കഴിഞ്ഞിട്ട് ഷാജു ഹാൻഡ്സ് വന്നിട്ട് എനിക്ക് വെക്കാൻ പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വെക്കുക. ഇവിടെ നാക്കിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നാണ്, നല്ല രസമാണെന്നാണ്. എനിക്കിത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ കക്കൂസി പോകാൻ തോന്നുക, എനിക്ക് ഛർദ്ദിക്കാൻ വരിക, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ പിന്നെ കലോത്സവ നഗരിലെ ബെഞ്ചിൽ പോയിട്ട് എങ്ങനെയൊക്കെ കിടന്ന് എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു. അതിനുശേഷം ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. പാൻപരാഗ് ഞാൻ 99 ആഗസ്റ്റ് 15-ാം തീയതി എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ക്ലബ്ബ് ഉണ്ടാക്കി. സീറോ എന്നാണ് ആ ക്ലബിൻ്റെ പേര്, 0 സീറോ ക്ലബ്ബ്. ഞാൻ അതിൻ്റെ സെക്രട്ടറി അബുവാക്ക എന്ന് പറയും, അബൂബക്കർ, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻറ്റ്, മുകുന്ദേട്ടൻ എന്ന് പറയും, മുകുന്ദേട്ടൻ അതിൻ്റെ ട്രഷറർ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് രാത്രി ആഗസ്റ്റ് 15-ൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് അരങ്ങൊക്കെ കെട്ടി പിറ്റേന്ന് മിഠായി വിതരണമുണ്ട്, പതാക ഉയർത്തലുണ്ടൊക്കെ ഉണ്ട്. ക്ലബിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. അപ്പോൾ രാത്രി 10 പേരുന്ന് 12 മണിക്ക് ഞങ്ങൾ റോട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അധികം വണ്ടിയും വരാത്ത ചില റോട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്, വർത്താനം പറഞ്ഞിരിക്കുക. അപ്പം ഒരു സൈനുദ്ദീനുണ്ട്, അവൻ ഈ പാൻപരാഗ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വേണമെന്നാണ്. അപ്പോൾ അബുവാക്ക പറഞ്ഞു എടുക്കണ്ട അവന് കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ഞാനാണ് പ്രായം കൊണ്ട്, സെക്രട്ടറി ഞാനാണെന്നുണ്ടെങ്കിലും. അപ്പം മൂന്നേട്ടം പിന്നെ പറഞ്ഞു, ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല അവൻ്റെ ഒരു ആഗ്രഹമല്ലേ ഒന്ന് കൊടുത്തു നോക്കുന്നതാണ്. അന്നും ഈ പറഞ്ഞ പോലെ ആകെ അസ്വസ്ഥത ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പാൻപരാഗ് ചവച്ച് കഴിഞ്ഞപ്പോൾ, കാരണം എനിക്ക് വെച്ച് ശീലമില്ലല്ലോ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, എനിക്ക് പിന്നെ കക്കൂസിൽ പോകാൻ തോന്നുന്നു, ഞാൻ ഛർദ്ദിച്ചു, എനിക്ക് ഒന്നും ചെയ്യാൻ തല കറങ്ങുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. അവർ പിന്നെ സൈഡിൽ കിടത്തി, അവരെൻ്റെ കൂടെ കാവലിരുന്നു. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അന്ന് വായക്കടി കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ റെഡിയായത്. ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യം ഞാൻ പാൻപരാഗ് കഴിച്ചിട്ടില്ല. അതേസമയം പിന്നെ മദ്യപിച്ചപ്പോഴോ സിഗരറ്റ് വലിച്ചപ്പോഴോ ഇങ്ങനെ അനുഭവം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആദ്യമായിട്ട് മദ്യപിച്ചപ്പോഴോ സിഗരറ്റ് വലിച്ചപ്പോഴോ അങ്ങനെയാണെങ്കിൽ അതും ഞാൻ തൊടില്ലായിരുന്നു. അതൊക്കെ രസമായിട്ട് അന്നങ്ങനെ തോന്നി. അതുകൊണ്ട് അതിൻ്റെ വഴിയെ ഫോളോ ചെയ്ത് പോയി എന്നുള്ളത്. ഇല്ലെങ്കിൽ ദൈവം അന്ന് തന്നെ എനിക്ക് അതിനും ഇറിറ്റേഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാനത് തൊടില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, എൻ്റെ കൂടെ ഒരാളും മദ്യപാനം ആരംഭിച്ചിട്ടില്ല, എൻ്റെ കൂടെ ഒരാളുടെയും സിഗരറ്റ് വലി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പിന്നീട് ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. അത് 2019 പ്രളയകാലത്ത് കവളപ്പാറയിൽ നിലമ്പൂർ 59 പേര് പിന്നെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട സമയത്ത് പെട്ടെന്ന് ഞാൻ അവിടെ എത്തി. അത് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ സുഹൃത്ത് വിളിക്കുന്നു. ഞാൻ അന്ന് എറണാകുളത്തായിരുന്നു. പെട്ടെന്ന് നെക്സ്റ്റ് അവൈലബിൾ ട്രെയിനിന് അവിടെ എത്തി. ഒരു വിധത്തിലാണ് അവിടെ എത്തി, റോഡെല്ലാം ബ്ലോക്ക് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിക്കുന്നു. അന്ന് ഈ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഒഴുകുക. ആൾക്കാരെ വീടുകളെല്ലാം ഒലിച്ചു പോയതല്ലേ. കാരണം ഒരു മണ്ഡലത്തിൻ്റെ പകുതിയോളം സ്ഥലത്തുള്ള വീടുകളിലുള്ള സാധനങ്ങളെല്ലാം വീട്ടുപകരണങ്ങളെല്ലാം ഒലിച്ചു പോയി. മെത്തേന്ന് ഉൾപ്പെടെയുള്ളത് ഒലിച്ചു പോകാത്ത ഉപയോഗിക്കാനും പറ്റാതെയായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു 2 ലോഡ് സാധനം അങ്ങോട്ട് വരുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിലൊരു അർബൻ നക്സൽ ഗ്രൂപ്പായിട്ടുള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു തരം അനാർക്കിസ്റ്റുകളുടെ ഗ്രൂപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്രീ സെക്സും ഫ്രീ ഡ്രഗ്സും ആയിട്ട് നടക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിൽ കുറച്ച് പേരെങ്കിലും. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുക. കാരണം ഞാനും വൈഫും തമ്മിൽ പിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇവരവിടെ സ്റ്റേ ചെയ്തു. പിന്നെ രാത്രിയായപ്പോൾ മൈക്കൊക്കെ വെച്ചിട്ട് പാട്ടും ബഹളമൊക്കെയാണ്. ദുരന്തം നിൽക്കുകയാണ്. ഇവർ സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തു. കുറേ ബാക്കിയുള്ള സാധനങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചു. പലരും പലതരത്തിലുള്ളതാണ്. ഈ പിന്നെ ബെക്കാഡിയുടെ പേരക്കയുടെ ടേസ്റ്റ് ഉള്ളത്, ബെക്കാഡി പിന്നെ ലെമൺ, ബെക്കാഡി ബ്ലാക്ക്, ജാക്ക് ഡാനിയൽസ് തുടങ്ങി ജവാൻ വരെയുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഞാൻ ഏതൊക്കെയോ എടുത്ത് കടിക്കുന്നു, ഇവർ പാട്ട് പാടുന്നു, ഞാൻ വേറെ ലോകത്തേക്ക് പോയി. എനിക്ക് കഞ്ചാവ് എന്താണെന്നറിയില്ല, അതിൻ്റെ സ്മെല്ല് എനിക്കറിയില്ല. ഞാൻ ഇവരടുത്ത് വാങ്ങി വലിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ശബ്ദം കേട്ട് അവിടെ കയറി വന്നു. അവർക്കിതിൻ്റെ മണം അറിയായിരുന്നു. അവരന്നൊന്നും മിണ്ടിയില്ല, ഇറങ്ങിപ്പോയി. പിറ്റേന്നും ഇവരവിടെ സ്റ്റേ ചെയ്തപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും കൂടി വന്നു. എൻ്റെ സുഹൃത്തുക്കൾ അയൽവക്കക്കാരൊക്കെ കൂടെ വന്നു. എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടിയിൽ ചോദിച്ചു, ഇത് രാജേട്ടൻ്റെ വീടല്ല, രാജേട്ടൻ പറയാതെ എന്തിനാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകണം, നിങ്ങളാരാ പറയാമെന്ന് ചോദിച്ചു. ഇത് രാജൻ്റെ വീടല്ല, രാജൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാജനെ ഈ കോലത്തിലാക്കിയാൽ ഞങ്ങൾ നോക്കേണ്ടി വരുന്നു പറഞ്ഞാൽ എല്ലാവരും ഇറക്കി വിട്ടു.
ഇറക്കി വിട്ടപ്പോൾ എനിക്ക് ഇവരോട് ദേഷ്യമൊക്കെ തോന്നി. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാം എനിക്ക് ബഹുമാനിക്കുന്നവർ, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഹോസ്പിറ്റലൈസർ ആവേണ്ടി വന്നു. അത് മാത്രമല്ല CI എന്നെ വിളിച്ചു, വിശദാംശങ്ങൾ ചോദിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് വീട്ടിൽ വന്നു. ഇവരെ ഫോട്ടോ, കുറേ പേരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരാണോ വന്നിരുന്നത് എന്നൊക്കെ ചോദിച്ചു. കാരണം ഇവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ആകുമ്പോൾ ഓരോരുത്തർ ജോഡിയായിട്ട് ഓരോരുത്തർക്ക് കിടക്കുക. ഞാൻ തറയിലും കിടക്കുക. ഓരോ റൂമിലും 3 റൂമിലും 3 ബെഡ്റൂമിലും ഓരോ ജോഡിയായിട്ടൊക്കെ കിടക്കുന്നത്. ചില കട്ടിലിൽ ഒരു പെണ്ണ് നടുക്ക്, അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തർ ഒക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുക. പിന്നെ ഇതിൻ്റെ വൃത്തികേട് കാണിച്ചു തന്നു വെച്ചാൽ ഇവർ തിന്ന ചോക്ലേറ്റിൻ്റെ ഒക്കെ കവറെല്ലാം അവിടെ തന്നെ ഇട്ടിരിക്കുക. രാവിലെ ഞാൻ ഇങ്ങനെ ഉണരുമ്പോൾ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പിന്നെ എൻ്റെ ഭാര്യയുടെ മിഡിയും ഇതൊക്കെ ഇട്ടിട്ട്, ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നു. പെൺകുട്ടികളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു. എന്നോട് സ്നേഹമൊക്കെ കാണിച്ചിരുന്നു, എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ ഇതൊക്കെയാണ് അവസ്ഥ ഇതിൻ്റെ. അപ്പം പിന്നീട് ഞാനൊരിക്കലും അത് ആവർത്തിച്ചിട്ടില്ല. പക്ഷേ അതിന് ശേഷം എനിക്കിതിൻ്റെ മണം അടിച്ചാൽ അറിയാം. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇപ്പം കഞ്ചാവിൻ്റെ മണം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇത് പിന്നെ അതിൻ്റെ മണം അറിയുന്നവർ എവിടെ നിന്നെങ്കിലും ഒരു മണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമല്ല 2 മാസം മുമ്പ് ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ വഴിയിൽ ഒരാൾ ബൈക്കിൽ നിന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, കാട് പോലെയുള്ള സ്ഥലത്ത് നിന്ന് വലിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് കാട് പോലുള്ള സ്ഥലത്തൂടെ നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് സ്മെല്ല് കിട്ടി. അങ്ങോട്ട് നടന്നപ്പോൾ എനിക്ക് സ്മെല്ല് കിട്ടി, തിരിച്ചു വന്നപ്പോൾ സ്മെല്ല് കിട്ടി. ഞാൻ പറഞ്ഞത് എവിടെന്നാ എന്ന് ചോദിച്ചു. അത് കിട്ടും, ചേട്ടൻ വലിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എവിടെ, നല്ല സാധനമാണോ എന്ന് ചോദിച്ചു വെറുതെ. എന്തായാലും ഞാൻ ആളെ നമ്പറൊന്നും മേടിച്ചില്ല. ദ പ്രൊഫറ്റിക് കട്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അർജുൻ വൈശാഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എഴുതിയ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺലൈനിൽ കിട്ടും, ഇംഗ്ലീഷിലുള്ളതാണ്. പ്രൊഫറ്റിക് കട്സ്. അതിനകത്ത് ഇത്തരം സിന്തറ്റിക് ലഹരി, കഞ്ചാവ്, പിന്നെ ചെറുപ്പത്തിൽ കൗമാരപ്രായത്തിൽ മദ്യപാനവും കഞ്ചാവും രണ്ടും കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിലൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. 10-12 വയസ്സിൽ അഡിക്റ്റായിട്ട് അവൻ പോകാത്ത ഡി അഡിക്ഷൻ സെൻ്ററുകളില്ല, അവൻ്റെ രക്ഷിതാക്കൾ അനുഭവിക്കാത്ത വേദനകളില്ല, അവൻ്റെ ആത്മകഥയാണ് ദ പ്രൊഫറ്റിക് കട്സ്, പ്രവാചക ശാപം. അത് പിന്നെ ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്. അർജുൻ വൈശാഖ് എന്നാണ് ആ പയ്യൻ്റെ പേര്. അവൻ്റെ ആത്മകഥയാണ്. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങി വായിക്കണം. കൂടുതൽ പറയാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ 22 മിനിറ്റായി. പ്രതിഭ ഇത് സ്വന്തം മകൻ്റെ വിഷയമായിട്ട് എടുക്കാതെ MLA എന്ന രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് കാണുകയും ഒക്കെ ചെയ്യണം. അതേപോലെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കൾക്ക് തിരിച്ചറിവായതിനു ശേഷം പരമാവധി ഡിവേഴ്സിലേക്ക് പോകാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാം, മക്കളെ കരുതിയിട്ട്. അതില്ലെങ്കിൽ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ ഒരുമിച്ച് കിട്ടേണ്ടുന്നൊരു പ്രായത്തിൽ. ഒരു 4-5 വയസ്സിലൊക്കെ പിരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേ ആളെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഈ കോടതി പിന്നെ മാസത്തിൽ 4 ദിവസം അവിടെ നിർത്താൻ പറയും. അപ്പോൾ അവിടെ നിന്ന് അമ്മേൻ്റെ കുറ്റം കുറേ പറഞ്ഞു കൊടുക്കും. മാസത്തിൽ 4 ദിവസം ഇപ്പുറത്ത് നിർത്താൻ പറയും. അപ്പോൾ അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയുള്ള ഈ കുടുംബക്കാരെ ഇതെല്ലാം കേട്ട് കുട്ടികൾ മാനസികമായിട്ട് വല്ലാതെ അവരുടെ ചിന്തകൾ മാറിപ്പോവും, അവരുടെ പഠിത്തത്തിലുള്ള ഫോക്കസ് പോവും, അവർ സൈക്കിക് ഡിസോർഡറിലേക്ക് പോവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോടതി നിയമങ്ങളുള്ളത്. അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പരമാവധി അത്തരം കേസുകൾക്ക്, അതിപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പിരിഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു ഒരു രീതിയിലും. ഞങ്ങൾ ഒരുമിച്ചാണ് ബൈക്കിന് പോയിട്ട് വക്കീലിൻ്റെ വീട്ടിൽ പോയിട്ട്. പിന്നെ ആദ്യം വക്കീൽ പറഞ്ഞ്, നിങ്ങൾ വക്കീൽ എവിടെയുള്ളത്? ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറച്ച് നേരം വർത്താനം പറയാം, എന്നാൽ പിന്നെ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരില്ല. ഇല്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങളപ്പോഴത്തേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് പോയി. അവൾ 2 വർഷത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അവളെ കൂടി പേരിലുള്ള വീട്ടിലേക്ക് വരുന്നത്. അവൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞാനൊന്ന് ഫ്രഷായി, അവളൊന്ന് ഫ്രഷായി. എന്നിട്ട് വക്കീലിൻ്റെ അടുത്ത് രണ്ടുപേരും കൂടി ഒരു ബൈക്കിനാണ് ചെല്ലുന്നത്. വക്കീൽ പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡിവേഴ്സിന് വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവില്ലായിരുന്നു. അതിലും അവളെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൾക്ക് PCOD ഉണ്ടായിരുന്നു, പിന്നെ മെൻസസ് പീരിയഡ്സ് ഇറഗുലറായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം നടത്തിയിരുന്നു. പിന്നീട് അവൾക്ക് PG അഡ്മിഷൻ കിട്ടിയപ്പോൾ അത് കഴിയട്ടെ എന്ന് കരുതി. PGയുടെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു 2013. പിന്നീട് 2015 റീജോയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. 2016 ഞങ്ങൾ ഗൾഫ് നിർത്തി, നാട്ടിലെത്തി. ട്രീറ്റ്മെൻറ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ചില ഡോക്ടർമാരെ പറ്റില്ല. ഒരു സരസിജ വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫ് ലൈൻ ഹോസ്പിറ്റലുണ്ട് വടപുറത്ത്, നിലമ്പൂർ. അവിടെ പോയി. പിന്നെ ആ ഡോക്ടറെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോയിട്ട് അപ്പോൾ അവർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ സെമൻ ടെസ്റ്റൊക്കെ നടത്തി അതെല്ലാം കൗണ്ടൊക്കെ ഓക്കെയാണ്, അവളത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. മരുന്നുകൊണ്ട് വേറെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിൽ അവൾ എൻ്റെ പെങ്ങളെടുത്ത് പോയപ്പോൾ പെങ്ങൾ എന്ത് ചെയ്തു, വിജയ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞ് എറണാകുളത്ത് വലിയ ഹോസ്പിറ്റലുണ്ട്, കാശ് വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ IVF എന്താണ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് നിക്ഷേപിക്കുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തി. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു.
അപ്പോൾ അങ്ങനെ പെങ്ങളവളെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ അവൾ വിളിച്ച് പറഞ്ഞു ഞാൻ പൈസയൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ രണ്ടും കൂടി ഡോക്ടറെ അടുത്ത് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾ പറഞ്ഞു ഇല്ല മറ്റേ ഡോക്ടർ പറഞ്ഞിട്ട് അല്ലാതെ തന്നെ ശരിയാവുമെന്ന്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതിന് നിൽക്കുന്നത്, അതിൻ്റെ ഒരു ഫീൽ ഇതിന് കിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, തിരിച്ചു പിന്നെ വന്നു. പിന്നെ ആ ഡോക്ടർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊരു ഉഷാ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഇവൾക്കും പെട്ടെന്ന് മൂഡ് സ്വിങ് ഉണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ വന്ന് കാണിച്ച് മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടാവുന്നിടം വരെ ഞാൻ മദ്യപിക്കരുത്, സിഗരറ്റ് ആവശ്യത്തിന് വലിച്ച് മദ്യപിക്കരുതെന്നുണ്ട്. ഇടയ്ക്കൊരു ദിവസം ഞാനൊരു ചെറിയ പരിപാടിക്ക് കുറേ ദിവസം കുടിക്കാതിരുന്നിട്ട് ഒരു ദിവസം ചെറുതായിട്ട് കുടിച്ചു, ഇത്തിരി കുടിച്ചേ ഉള്ളൂ, അതിനോട് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇവളാ ദേഷ്യത്തിനാ മരുന്നെല്ലാം കൂടി വലിച്ചെറിഞ്ഞു, പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവളെ 1.5 വർഷമായി. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും, കുട്ടിയായിട്ടുണ്ടാവും എന്നൊക്കെ ഇരുന്ന് ഞാൻ അവളെ ഫോളോ ചെയ്യാറില്ല. കാരണം അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ അച്ചായനാണ്. സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ളവരാണ്, പക്ഷേ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ വിശാലമായി ചിന്തിക്കാൻ പറ്റാത്ത ആളാണ്. ദുബായിലാണ് ആൾക്ക് ജോലി. ആളെ പിന്നെ ഫാദർ അഡ്വക്കേറ്റാണ്, വലിയ ജന്മിമാരാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. പക്ഷേ മനസ്സ് കുറച്ച് ഇടുങ്ങിയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഞാനും അവളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു രീതിയിലും ട്രേസ് ചെയ്യാനോ ഒരു രീതിയിലും കാര്യങ്ങൾ ആരോടെങ്കിലും അന്വേഷിക്കാനോ പോകാറില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിനകത്ത് നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈഫ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ബാക്കിയുള്ള സ്വകാര്യമായ സുഖങ്ങളൊക്കെ നടത്താൻ വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഭർത്താവുമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഇഷ്ടമില്ലെങ്കിൽ വേറൊരാളുമായിട്ട് രഹസ്യമായ പ്രണയം കൊണ്ടു നടക്കുന്നതിനൊന്നും തെറ്റുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് ഓഫീസിലാവട്ടെ ബാക്കിയിലെടുത്താവട്ടെ. കാരണം തീരെ മാനസികമായിട്ട് ഇവിടുന്ന് സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ, കാരണം മെൻ്റലി ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ റിലേഷനിൽ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാകാൻ പോലില്ല, ഒരു ഓർഗാസം കിട്ടാൻ പോലില്ല. അപ്പോൾ വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. നീട്ടി പരത്തി പറഞ്ഞു പോയി, ക്ഷമിക്കുക, അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.